ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെയാണ് മാസങ്ങളോളം കേട് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആക്കി വെക്കണം എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നോമ്പൊക്കെ വരാൻ പോകില്ല, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മാസം ഫുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. എല്ലാ റെസിപ്പീസിലും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്ര കൂടുതൽ എടുത്തിട്ട് നമുക്ക് ആക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരട്ടെ. അത് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനാക്കി നല്ല വെള്ളം മാറുന്നതിന് ശേഷം എടുത്ത് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ വെച്ച് വെള്ളം തീരെ പാടില്ല. നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നാശമാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാതെ വേണം ഇതെല്ലാം ആക്കി വെക്കാൻ കേട്ടോ. ഇനി നമുക്കത് ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ട് ഇഞ്ചിയാണ് ആദ്യം അരിയുന്നത്. ചെറുതാക്കിയിട്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി എടുക്കാം. ചിലർ പറയും വെള്ളം ചേർക്കാതെ നമ്മളത് അടിച്ചെടുക്കുക, അപ്പോൾ വെള്ളം ചേർത്തില്ലെങ്കിൽ ഇത് അരഞ്ഞു കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചിലരുടെ ജാറൊക്കെ പെട്ടെന്ന് നല്ല അരഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെറിയ പീസാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. വലിയ പീസാക്കിയിട്ടുണ്ടെങ്കിലാണ് അത് നമ്മൾ എത്ര അരച്ചാലും അതിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നാടൻ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ചെറുതായിരിക്കുമല്ലോ, അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നടുവൊന്ന് കട്ട് ചെയ്താൽ മതി. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 3 പീസൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. 3-4 പീസൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാതും ഇവിടെ പീസാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കഴുകി വാർന്ന് വെച്ച് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ. ടിഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന മുന്നേ അങ്ങനെ തുടച്ചെടുക്കുക. അപ്പോൾ നല്ല വെള്ളം ഉണ്ടെങ്കിൽ തരി വെള്ളം ഉണ്ടെങ്കിലൊക്കെ അതുമ്മ പറ്റി പിടിച്ച് നല്ല കിട്ടും. കട്ട് ചെയ്യുന്നതിന് മുന്നേ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, അതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നല്ല തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എന്താ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജാറാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്ന വലിയ ജാറ് മീഡിയം സൈസ് ഉണ്ടാവും, സ്മോൾ ഉണ്ടാവും. അപ്പോൾ ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഞാൻ ഇപ്പോൾ ഈ ചെറിയ ജാറിൽ ഫുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരയുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറേശ്ശെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഹാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ സൗകര്യം അനുസരിച്ച് പെട്ടെന്ന് ഏതാ അരയണമെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. വെളുത്തുള്ളി പേര് ചെറുതായിട്ടൊരു ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് അതിൽ ചേർക്കുമല്ലോ, അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂണോളം വിനെഗറാണ്. വിനെഗർ 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. സുർക്കൊക്കെ പറ്റാത്തവരാണ്, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സുർക്ക നിങ്ങൾക്ക് ഒഴിക്കാതെ ബാക്കി ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്ത് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിട്ടിട്ടല്ല അരച്ചത്, ഇപ്പോൾ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ ജാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ജാറിൽ തുള്ളി വെള്ളം ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ വേണ്ട നമ്മളത് അടിച്ചെടുക്കാൻ. അതുപോലെ തുള്ളി വെള്ളം നിങ്ങൾ അരയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. അത് ആ വിനെഗറിലും അതുപോലെ തന്നെ ആ ഓയിലും കിടന്നിട്ട് അത് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. നല്ല ജാറൊക്കെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അതാ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. അതിന് ഇനി നമ്മൾ ഒരു ഗ്ലാസ് ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കുക. അത് നന്നായിട്ട് തുടച്ച് വെള്ളം നനവില്ലാതെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമുക്കത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാൻ ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ പിന്നോട് ഒഴിച്ച് കൊടുക്കണം. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് അടച്ച് വയ്ക്കുക. ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് സ്പൂണൊക്കെ ഇട്ട് എടുക്കുമ്പോൾ വെള്ളം നനവില്ലാത്ത സ്പൂണൊക്കെ ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദിവസം നമുക്ക് ഇത് ഫ്രിഡ്ജിലിരിക്കും. ബോട്ടിലൊക്കെ ആക്കി ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾ ഐസ്ക്രീമിൻ്റെ ട്രേ അല്ലേ അതിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് കറിയിലേക്കൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.